കേരളം മറ്റൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഭരണ തുടർച്ചയും അട്ടിമറി വിജയങ്ങളും ലക്ഷ്യമിട്ട് മുന്നണികളെല്ലാം തന്ത്രങ്ങൾ മെനയുമ്പോൾ ജനശ്രദ്ധ മുഴുവൻ ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിലേക്കാണ്. ഇവിടെ രാഷ്ട്രീയ കേരളം ഇപ്പോൾ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചൂമ്മന്റെ രാഷ്ട്രീയ പ്രവേശനത്തെ കുറിച്ചാണ്. ഇതിന് വ്യക്തമായ സൂചന നൽകുന്ന റിപ്പോർട്ടുകളാണ് മനോരമ ഇന്ന് അവരുടെ ആദ്യ പേജിൽ ലീഡ് ന്യൂസായിട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലസൂചനകൾ കൂടി പുറത്തുവന്ന പശ്ചാത്തലത്തിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അച്ചൂമ്മൻ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയായിട്ട് എത്തിയേക്കുമെന്നാണ് വാർത്തകൾ വ്യക്തമാക്കുന്നത്. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ തന്റെ സഹോദരൻ ചാണ്ടിയുമ്മന്റെ വിജയത്തിനായി മണ്ഡലത്തിൽ നിറസാന്നിധ്യമായിരുന്ന അച്ചൂമ്മൻ അന്നേ ജനമനസ്സുകളിൽ വലിയ സ്വാധീനം ഉറപ്പിച്ച ആളാണ്. ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ശൈലിയെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള അവരുടെ ഇടപെടലുകൾ അണികൾക്കിടയിൽ വലിയ ആവേശമാണ് അന്നുണ്ടാക്കിയത്. വിദേശത്ത് ജോലിയുള്ളത് കൊണ്ട് തന്നെ സജീവ രാഷ്ട്രീയത്തിൽ നിന്നും മാറി നിൽക്കുകയാണെന്നും അന്ന് പറഞ്ഞിരുന്നുവെങ്കിലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അച്ചുവിനെ കേരളത്തിലേക്ക് തിരികെ വിളിക്കുകയാണ് എന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നുള്ള സൂചനകൾ. UDFനെ സംബന്ധിച്ച് ഉമ്മൻചാണ്ടി എന്ന വികാരം വോട്ടാക്കി മാറ്റാൻ അച്ചൂമ്മന്റെ സാന്നിധ്യം വലിയ സഹായകമാകും എന്നാണ് കണക്കുകൂട്ടൽ. മനോരമയുടെ റിപ്പോർട്ട് പ്രകാരം ജൻസി വോട്ടർമാരെയും യുവാക്കളെയും ലക്ഷ്യമിട്ട് മുന്നണികൾ വലിയ നീക്കങ്ങൾ നടത്തുകയാണ്. അച്ചൂമ്മനെ കൂടാതെ മറ്റ് ചില പ്രമുഖരുടെ പേരുകളും ഈ പട്ടികയിലുണ്ട്. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ മകൻ VA അരുൺകുമാർ ഇത്തവണ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ട് എത്തിയേക്കും എന്ന ചില ചർച്ചകളും ശക്തമാണ്. ഇതുകൂടാതെ സിനിമാ സാംസ്കാരിക രംഗത്തെ പ്രമുഖരെയും ഇത്തവണ കളത്തിലിറക്കാൻ മുന്നണികൾ മത്സരിക്കുന്നുണ്ട്. നടൻ രമേശ് പിഷാരടി, ആസിഫ് അലി, ഉണ്ണി മുകുന്ദൻ തുടങ്ങിയവരുടെ പേരുകൾ നിരവധി പാർട്ടികളുടെ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. കായിക താരം IM വിജയൻ വണ്ടൂർ മണ്ഡലത്തിൽ കോൺഗ്രസിലെ AP അനിൽകുമാറിനെതിരെ മത്സരിപ്പിക്കാൻ CPIM ആലോചിക്കുന്നു എന്ന വാർത്തയും രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ഞെട്ടിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനഗോലുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം കേരളത്തിൽ നടത്തിയ സർവേകളിൽ ജനസമിതിയിലുള്ള പുതിയ മുഖങ്ങൾ വരുന്നത് ഗുണം ചെയ്യുമെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അച്ചൂമ്മന്റെ പേര് മുൻനിരയിലേക്ക് വരുന്നത്. ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൽ നിന്നും മറ്റൊരംഗം കൂടി സഭയിലേക്ക് എത്തുന്നത് കോൺഗ്രസ് നൽകുന്ന ഊർജം ചെറുതല്ല. വിദേശത്തെ ജോലി ഉപേക്ഷിച്ച അച്ചൂമ്മൻ കേരളത്തിൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ തയ്യാറായാൽ അത് നിയമസഭാ പോരാട്ടത്തിന്റെ വീര്യം വർദ്ധിപ്പിക്കും. മാത്രമല്ല BJPയും ഇത്തവണ ശക്തമായ സ്ഥാനാർത്ഥികളെയാണ് അണിനിരത്തുന്നത്. കഴക്കൂട്ടത്ത് V മുരളീധരൻ, കായംകുളത്ത് ശോഭാ സുരേന്ദ്രൻ തുടങ്ങിയ പ്രമുഖരെ നേരത്തെ തന്നെ രംഗത്തിറക്കി പ്രചാരണം കൊഴുപ്പിക്കാനാണ് അവരുടെ നീക്കം. ഇത്തരം വെല്ലുവിളികളെ നേരിടുവാൻ ജനപ്രിയരായ സ്ഥാനാർത്ഥികൾ തന്നെ വേണമെന്ന ഉറച്ച തീരുമാനത്തിലാണ് UDF നേതൃത്വം. അച്ചൂമ്മന്റെ സ്ഥാനാർത്ഥിത്വം കേരളത്തിലെ വനിതാ വോട്ടർമാർക്കിടയിലും വലിയ സ്വാധീനം ചെലുത്തുമെന്നും പാർട്ടി വിലയിരുത്തുന്നു. ചുരുക്കത്തിൽ ഉമ്മൻചാണ്ടിയുടെ പൈതൃകവും പുതുതലമുറയുടെ ആവേശവും ഒത്തുചേരുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും 2026 മനോരമ റിപ്പോർട്ട് ചെയ്ത പോലെ സർപ്രൈസ് സ്ഥാനാർത്ഥികൾ ഗോദയിലെത്തിയാൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും വാശിയേറിയ പോരാട്ടത്തിനാകും നാം സാക്ഷ്യം വഹിക്കുക. അച്ചൂമ്മൻ എന്ന പേര് ബാലറ്റ് പേപ്പറിൽ പതിയുമോ എന്നറിയാൻ ഇനി അധികം കാത്തിരിക്കേണ്ടി വരില്ല.